ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. മൈ വേ ബൈ കല്യാണി അങ്ങനെ എയറിലായിരിക്കാണ് സുഹൃത്തുക്കളെ. ഒരു മാസം ഇത് എത്ര പേരാണല്ലേ എയറിൽ. അല്ല, ഇത് എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ഏറി കയറണ സീസണാ. ഇപ്പോൾ കല്യാണി പുള്ളിക്കാരി ഏറി കയറാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി കണ്ട സ്റ്റിറോയിഡൊക്കെ അടങ്ങിയിരിക്കുന്ന വൈറ്റനിങ് ക്രീം ഒക്കെ വാങ്ങിച്ച് വെളുക്കാൻ വേണ്ടിയിട്ട് തേച്ചിട്ടുള്ളതായിരുന്നു. ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലെ ഈ സ്റ്റിറോയിഡ് അടങ്ങിയ സാധനങ്ങളായതുകൊണ്ട് തന്നെ അതിന്റെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പുള്ളിക്കാരിയുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിട്ട് പുള്ളിക്കാരി ഒരു ട്രീറ്റ്മെന്റിന് പോയിട്ടുണ്ടായിരുന്നത് ദെയർഫോർ ഐ എം എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിലാണ്. അവിടെ ചെന്നിട്ട് അവിടെ മൊത്തം ഒരു 8 മാസത്തോളം ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു അടിനാശ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ടാണ് പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇറങ്ങിയിട്ട് പുള്ളിക്കാരി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് നമുക്ക് മൈ വേ ബൈ കല്യാണിയുടെ സൈഡും തൊട്ടിപ്പുറത്ത് ആ ഒരു ഹോസ്പിറ്റൽ ആ ഒരു ക്ലിനിക്കിന്റെ സൈഡും നമുക്ക് രണ്ട് സൈഡുകളും നമുക്ക് കേൾക്കാവുന്നതാണ്. ആദ്യം തന്നെ മൈ വേ ബൈ കല്യാണം ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷെ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പൊ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പപ്പണിക്കുന്ന പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എന്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പർ ആയിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്തതിൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷേ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റോ ബൈ. ഒരു ലോങ് വീഡിയോ ഇവർ ഇടുമെന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസങ്ങളായിട്ട് ആ ഒരു ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഈ ഒരു ഷോർട്സ് ഇട്ടതിന് ശേഷം മറ്റ് പല ഷോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഇട്ടുണ്ട്. പക്ഷേ ആ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇവർ പോയേക്കുന്ന ഒരു ക്ലിനിക്ക് എന്ന് പറയുന്നത് ദെയർഫോർ ഐ എം ആണ്. എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു കമന്റ് സെക്ഷനിൽ തന്നെ ഒരാൾ ഇട്ടിട്ടുണ്ട്, ദെയർഫോർ ഐ എം ആണോ ചേച്ചി, എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതാ റിപ്ലൈ തരണേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമന്റ് പുള്ളിക്കാരി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതായത് ഈ ഒരു ക്ലിനിക് ആണെന്നുള്ളത് ഈ കമന്റ് ഇട്ട ആൾക്ക് ഈ ഒരു വീഡിയോക്കകത്തോടെ എങ്ങനെ മനസ്സിലായി എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ചിലപ്പം എന്തെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ അത് കറക്റ്റായിട്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് അറിയുന്ന ആരെങ്കിലും കൊണ്ട് അങ്ങനെ ഇടിപ്പിച്ചതോ ആയിരിക്കാം. 2 പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങളും പ്രധാനമായിട്ട് പറയുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ മെയിൻ ലേഡി ഡോക്ടർ ആയിട്ടുള്ള ആ ഒരാൾ 3 മാസം കൂടുമ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നിലവിലുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്ന 6 മാസത്തേക്ക് ഒരു കോസ്മെറ്റോളജിയുടെ കോഴ്സൊക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇവർ ചോദിച്ച സമയത്തേക്ക് ബില്ല് കൊടുക്കണില്ല. അതേപോലെ ഇവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ആണെങ്കിൽ ആ ഒരു റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഫയലൊന്നും കൊടുക്കണില്ല എന്നുള്ള സീന് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇവർക്ക് ബില്ല് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നും അതേപോലെ ആ ഒരു ഫയല് കാര്യങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ടെന്നും എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ക്ലിനിക്കിന്റെ സൈഡിൽ നിന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പോലീസ് കേസ് ആയി അല്ലെങ്കിൽ കേസ് കൊടുത്തു എന്നുള്ള സീൻ പറയുന്നത്, ആദ്യം ആ ഒരു ക്ലിനിക്കുകാരാണ് ഇവർക്കെതിരെ കേസ് കൊടുത്തത്. അതിനുശേഷം ഇവരെ കേസിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനോട് വിളിപ്പിക്കുമല്ലോ, അപ്പോഴാണ് ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നുള്ളൊരു സീനാണ് ആ ഒരു ക്ലിനിക്കിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ക്ലിനിക്ക് എന്തിനാണ് കേസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരവിടെ ചെന്നിട്ട് ഇത്തരത്തിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാക്കി, മറ്റൊന്നും കൊണ്ടല്ല, മറ്റൊരു ക്ലിനിക്കിൽ പോയപ്പോഴേക്ക് ഇവർക്ക് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് അവിടെ ചെയ്ത് കൊടുക്കാൻ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നുള്ളത് അവിടെ പറഞ്ഞതിന് ആസ്പദമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പ്രശ്നങ്ങളായി എന്നുള്ളതാണ് ആ ഒരു ക്ലിനിക്കിന്റെ സൈഡിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. ഇനി ആ ഒരു ദെയർഫോർ ഐ എം എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിന്റെ ഇൻസ്റ്റാ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ആൻഡ് ഈ ദെയർഫോർ ഐ എമ്മിന്റെ CEO എന്ന് പറയുന്നത് ഡോക്ടർ ഫാത്തിമ നിലുഫർ ഷെറീഫ് എന്ന് പറയുന്ന ഈ ഒരു ലേഡിയാണ്. അപ്പം പുള്ളിക്കാരുടെ കാര്യം തോന്നുന്നു അവരവിടെ പറയുന്നത് 3 മാസം കൂടുമ്പോഴേ ഇങ്ങോട്ട് വരൂ എന്നുള്ള രീതിയിലുള്ള സ്കീം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ആ ക്ലിനിക്കിന്റെ സൈഡ് എന്താണെന്നുള്ളത് കേൾക്കാം. ദേവ് ഡിക്കോട്സ് എന്ന് പറയുന്ന ചാനലിൽ ആള് നേരിട്ട് ആ ഒരു ക്ലിനിക്ക് വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും അതിൽ ഈ ഒരു ക്ലിനിക്ക് പറയുന്ന ക്ലിനിക്കിന്റെ സൈഡ് നമുക്ക് കേൾക്കാം. ഫസ്റ്റ് വെച്ചിട്ട് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്.
ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. പറഞ്ഞോളൂ. ആൻഡ് വിസിറ്റിൽ വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീംസ് കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടതയോൺ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ചെയ്തത്. ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു? യെസ്, ആളുടെ ഫീൽഡ് ആണല്ലോ, ലൈക് ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ്സ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബിക്കോസ് നിങ്ങൾക്ക് CEOക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. ശരിയാണ്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഇത്തരത്തിലുള്ള ഒരു ആഡോ അഡ്വർടൈസ്മെന്റ് അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ കണ്ടേക്കുന്ന കുറച്ച് കൊളാബറേഷൻസ് ഈ ഒരു ക്ലിനിക്കിന്റെ CEO ആയിട്ടുള്ള ആ ഒരു ലേഡിയുടെ പ്രൊഫൈലുമായിട്ട് കൊളാബറേറ്റ് ചെയ്തേക്കുന്ന കുറച്ച് വീഡിയോസ് മാത്രമേ, പോസ്റ്റുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് ക്ലിനിക്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ വലിയ സെലിബ്രിറ്റീസിനൊക്കെ വെച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവർ അങ്ങനെ ഒരു കാര്യം ഫോളോ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാൾ വന്നിട്ട് കൊളാബറേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും അവർ സ്വാഭാവികമായിട്ട് നോ അല്ല പറയുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ നോ പറഞ്ഞതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും മൈ ബേ ബൈ കല്യാണിക്ക് തോന്നിയതാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും കഴിഞ്ഞ 8 മാസത്തോളമായിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ 8 മാസത്തോളമായിട്ട് ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് ഇപ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നം തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ബില്ലിൻ്റെ ഈ ഒരു കേസ് വെച്ചിട്ടാണ് പറയുന്നത്. ഈ കഴിഞ്ഞ 8 മാസത്തോളമായിട്ട് പോയിട്ട് ഓരോ സെഷന് പോകുമ്പോഴത്തേക്കിന് ആ ബില്ലെന്ന് പറയുന്നത് ഏറ്റവും അവസാനം അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴല്ല കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള നമ്മുടെ സ്കിന്നിൻ്റെ ഡെർമറ്റോളജി ഇത്തരം ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ പോകുമ്പോഴത്തേക്കിന് അന്ന് നമ്മളിപ്പോൾ ഒരു സെഷൻ ചെയ്യുന്ന എന്നാണോ അന്ന് തന്നെയാണ് നമ്മൾ ബില്ല് പേ ചെയ്യുന്നതും അതിൻ്റെ ബില്ല് നമുക്ക് കിട്ടുക കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ PRP ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ PRP എടുക്കുന്നതിന് മുന്നേ അവിടെ പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ബില്ല് നമ്മുടെ ഇതിൽ ഫോണിലോട്ടോ ആയിട്ടൊക്കെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് ഇവർക്ക് മെയിൽ ത്രൂ ഇവർക്ക് ബില്ല് അല്ലാതെ അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഇനിയും പറയുന്നുണ്ട്. ഇനി ഇവരുടെ ഈ ഒരു കൊളാബറേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ഡോക്ടറിന്റെ ഒരു വീഡിയോ നമുക്ക് ഈ CEOയുടെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. Oh yeah, people often ask me why I talk so freely about the procedures I do. For me, it's very simple. It's trust building. As a doctor, I would never recommend something to my clients that I wouldn't choose for myself, right? My clients always trust me with their face, their skin, their confidence. And I believe they deserve a complete honesty about every treatment. Because when it comes to my clients, trust me, honesty is not an option. It is a foundation of everything that I do. And not just that, I speak about the procedures to help remove stigma around aesthetic procedures. It helps people understand that these treatments are safe when done the right way. Aging is natural, but wanting to age well and feeling confident is also natural. And to get that natural results at my age and above, it requires great technique. So I speak. ഈ ഒരു വീഡിയോയ്ക്കകത്ത് സാനിയപ്പൻ തന്നെ ഒന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ഇവർ വലിയ അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് അതായിരിക്കണം നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര അടിപൊളി കാര്യം തന്നെയാണ്. അപ്പം ആ ഒരു രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ പറ്റിക്കേണ്ട ഒരു ആവശ്യകത ആ ഒരു ക്ലിനിക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? നമ്മൾ ഒന്ന് ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല, ഈ മൈ വേ ബൈ കല്യാണി പറയുന്ന പോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത്രയും ദിവസമായി അവരൊരു ലോങ് വീഡിയോ ഇടുന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇത്രയും ദിവസമായിട്ട് ആ ഒരു സംഭവം പുള്ളിക്കാരി ഇട്ടിട്ടില്ല. എന്നിട്ട് ആ ഒരു ക്ലിനിക്കിന് ക്രെഡിബിലിറ്റീനെ ബാധിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു കമന്റ് പുള്ളിക്കാരി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വോയിസിൽ പറയുന്ന ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. നമുക്ക് അല്ലാതെയുള്ള ആക്ട്സ് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന
ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയോ? 15 വർഷത്തിന് മേലെയായി തൃശ്ശൂരും കൊച്ചിയിലും ഒക്കെ. ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പൊ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ് ആള്. ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്നത്, എന്താ. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ബിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതിരിക്കുന്നതല്ല, ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പേയ്മെന്റ് ചെയ്ത് വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ എനിക്കുള്ള റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്കത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു. പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയർ ഒക്കെ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആള് പറഞ്ഞു. ആള് ഇതിന്റെ ഇടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തപ്പോ നമ്മുടെ റേറ്റ് ആയിട്ട് മിസ് മാച്ച് ഉണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ക്ലയന്റിനോട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ് സംഭവം. പുള്ളിക്കാരി മറ്റൊരു ക്ലിനിക്കിൽ പോയി തിരക്കപ്പെടുത്തേക്കിന് ട്രീറ്റ്മെന്റിന് ഉള്ളതിനെക്കാട്ടിൽ കുറച്ചുകൂടെ റേറ്റ് കുറവാണെന്നുള്ള സംഭവം പുള്ളിക്കാരി അറിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അവിടുന്ന് ഫയലും വാങ്ങിച്ചുകൊണ്ട് പോകാന്നുള്ളൊരു സ്കീമിൽ പുള്ളിക്കാരി നിൽക്കുകയായിരുന്നു. അപ്പം അതാണ് മെയിനായിട്ട് പുള്ളിക്കാരിയുടെ പ്രശ്നം, അങ്ങോട്ടേക്ക് പോകണം. അപ്പം ഇത്തരത്തിൽ മെയിനായിട്ട് ഈ ഡെർമറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ക്ലിനിക്കുകളിലും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റിന് ചിലപ്പോൾ പല രീതിയിലായിരിക്കും റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ എല്ലാം ബിസിനസ്സാണ്. ഇന്ന് ഹോസ്പിറ്റലുകളാണെങ്കിൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഇതെല്ലാം ബിസിനസ്സാണ്. അപ്പം അവരുടെ ബിസിനസ്സിനെ വളർത്താൻ പറ്റുന്ന രീതിയിൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അവരുടെ ട്രീറ്റ്മെന്റിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇടുക. അപ്പോൾ പല ക്ലിനിക്കിലും പല രീതിയിലായിരിക്കാം. അപ്പൊ ഇനി അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന സീനിയെ പറ്റിയിട്ട് പറഞ്ഞാൽ നമുക്ക് അതുകൂടെ കേൾക്കാം. എല്ലാ ബില്ലും ക്ലയന്റ് പോകുമ്പോൾ തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് മേടിക്കണം, നമ്മുടെ ബാഗിനകത്ത് തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മൾ ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മളും ലീഗലി നമ്മളാണ് ആക്ച്വലി ലീഗലി ഞങ്ങൾ ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിച്ചപ്പോഴാണ് അവര് കംപ്ലൈന്റ് കൊണ്ടുവന്നത്. ആണ് ഇവര് ഫസ്റ്റ് ഈ ഒരു ക്ലിനിക്കിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനെ പറ്റിയിട്ട് ഈ ക്ലിനിക്കുകാർ പോയി കംപ്ലൈന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് അവരെ എന്താണെങ്കിൽ നേരെ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കുമല്ലോ. അങ്ങനെ വിളിപ്പിക്കുന്ന സമയത്താണ് പുള്ളിക്കാരി ഇവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നത്. അതാണ് ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അവരുടെ കംപ്ലൈന്റ് എന്തായിരുന്നു? അവരുടെ കംപ്ലൈന്റ് ബിൽ കൊടുത്തില്ല, അവരുടെ റെക്കോർഡ് കൊടുത്തിട്ടില്ല. ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ അവര് ഞാൻ ചോദിക്കട്ടെ, ഒരു 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ 8 മാസം കണ്ടിന്യൂസ് ആയി വരും. 8 മാസം എടുത്ത് നമ്മള് എന്താണ് നമ്മൾ ചീറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്കാം ആണെന്ന് അവര് റിയലൈസ് ചെയ്യാൻ. അത് പോയിന്റ്. അത് തന്നെയാണ് നമുക്കുള്ള സംശയം. 8 മാസമായിട്ട് അവിടുത്തെ ട്രീറ്റ്മെന്റ് പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർക്ക് ബില്ല് കൊടുക്കുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ 8 മാസത്തോളം പോവോ? പോട്ട് വേറെ ഒക്കെ വിട്ടിട്ട് നിങ്ങൾ ഇത്ര ആലോചിക്കും. ഇവർ പറയുന്നത് ബില്ല് കൊടുത്തില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ 8 മാസമായിട്ട് ഇവർക്ക് ബില്ല് കൊടുത്തില്ലേ? ഈ 8 മാസങ്ങൾക്കിടയിൽ ഇവർ ഏറ്റവും കുറഞ്ഞ ഒരു 3 സെഷൻ ഇവർ പോയിട്ടുണ്ടാവും അല്ലേ? 2 സെഷൻ്റെ കാര്യം ഇവർ പറയുന്നുണ്ട്. 3 സെഷനെങ്കിലും എന്തായാലും ഏറ്റവും കുറഞ്ഞത് പോയിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ 3 സെഷൻ ഇപ്പോൾ ഫസ്റ്റ് സെഷന് പോയപ്പോൾ ഇവർക്ക് എന്താണെങ്കിലും പേയ്മെന്റ് ചെയ്തിട്ട് സെഷൻ എടുത്ത് അപ്പോൾ ബില്ല് കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തേതും ബില്ല് കിട്ടിയിട്ടുണ്ടാവും, മൂന്നാമത്തേതും ബില്ല് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഈ പറയുന്ന ബില്ല് കിട്ടിയില്ല എന്ന് പറയുന്ന ആ ഒരു സീൻ എന്താണെന്നുള്ളത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. എത്ര നാൾ വന്നിട്ടുണ്ട് അവിടെ? 8 months plus വന്നിട്ടുണ്ട്. ഇവരുടെ കൺസേൺ ഇവർക്ക് വിളിക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയണം, മെലിയണം, ഇതൊക്കെയാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ലീഗലി മൂവ് ചെയ്തപ്പോൾ കോർട്ട് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പൊ നമ്മൾ അത് നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോർട്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വേർഷൻ, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കംപ്ലൈന്റ് എടുത്ത് ആക്ച്വലി ഞങ്ങളാണ്. ഞങ്ങൾ എന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിക്കുമല്ലോ, രണ്ടുപേരെയും കൂടെ. അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റീസൺ ഉണ്ടായിരുന്നു? അവര് ഇങ്ങനെ അലിഗേഷൻ വന്നതിന് ശേഷമാണ് കംപ്ലൈന്റ് കൊടുത്തത്? ഭയങ്കര മെസ്സപ്പ് ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്നത്, ഹസ്ബൻഡും കൂടെ വന്ന് ഇവിടെ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പെർമിഷൻ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്,
വിതൗട്ട് അവർ പെർമിഷൻ അവരിവിടെ ഭീഷണിയായിരുന്നു. ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന വേറെ അതർ ക്ലയൻസിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീഫെയിം ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. സ്റ്റാഫിനെയൊക്കെ ഹറാസ് ചെയ്യുന്ന പോലെ ലൈക്ക് സ്റ്റാഫിന് എവിടെ ഇപ്പൊ വേണം. അപ്പൊ നമ്മൾ പറയുന്നില്ല ബില്ല് തരുന്നതിന് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകും, നമ്മൾ മെയിൽ ത്രൂ ഇനിയും നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് അവർ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് മെയിൽ ത്രൂ ഇന്ന് തന്നെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ തരാം എന്നിട്ട് സാറാണ് സംസാരിക്കുന്നത്. ഇവര് കരച്ചിലും ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാറാണ് സംസാരിക്കുന്നത്. എന്നിട്ട് മെയിലും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് മെയിൽ ത്രൂ അയച്ചിട്ടുണ്ട്. ഇപ്പൊ ലീഗൽ പേപ്പർ വന്നപ്പോ അങ്ങനെ അയച്ചിട്ടുണ്ട്. ബാക്കി ഈ ഫുൾ ആയിട്ട് ലീഗലി പോകാനാണ് പ്ലാൻ. അതാണ് നമ്മൾ വേറെ വീഡിയോസ് ഒന്നും എക്സ്പ്ലോർ നമുക്കിപ്പോ ഈ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി. അതിനകത്ത് അവര് പക്ഷെ ഈ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, അവരൊരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. ആരോടെ പറഞ്ഞ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈ വേ ബൈ കല്യാണി പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്കകത്തിലെ ചിഞ്ചുറാണി ആവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അവിടെ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് മെറ്റാ ക്ലാസ് വെച്ച് ഞാൻ ലൈവ് ഇടും, കേരളം ഞാൻ കത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു മൂഡിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാന്ന് പറയുമ്പോഴത്തേക്കിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാരണം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം അവിടെ പോയിട്ട് വെറുതെ പോയി പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇവർ പറയുന്നത് അവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ്, മെയിൻ ഡോക്ടർ ഇത്തരത്തിൽ 3 മാസം കൂടുമ്പോഴേ അവിടെ വരുള്ള ആ ഒരു CEO, ആ ഒരു ലേഡി ഡോക്ടർ, ബാക്കി അവിടെ ഇരിക്കുന്ന ആൾക്കാർ 6 മാസത്തെയൊക്കെ ഇതേ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളൂ, 6 മാസത്തെ കോഴ്സ് പഠിച്ചിട്ടാണെന്നുള്ളത് അത് അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ അവർ ഇവിടെ പോയിട്ട് പിന്നെ ഇത് അന്വേഷിച്ചു ആര് ഇവർക്ക് ഇത് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം പിന്നീട് അവരുണ്ടാക്കാനും മാത്രം എന്ത് റീസണാണ് അവിടെ ഉണ്ടായത്. അവരെന്താണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടായതിനെ തുടർന്നിട്ട് ക്ലിനിക്കാരെ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. അതിനുശേഷമാണ് ഇവരെ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. അപ്പം ഇവരിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇത്രയും ദിവസമായിട്ട് അവിടെ വന്നിട്ടില്ല. അറൗണ്ട് 2 മില്യൺ പ്ലസ് വ്യൂവർഷിപ്പിലോട്ട് എത്തിയേക്കുന്ന ഒരു വീഡിയോ ആണ് അവരുടെ ഒരു ഷോർട്സിനകത്ത് വന്നേക്കുന്നത്. അപ്പം അത്രയും എന്തോ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളിലോട്ട് എത്തിയേക്കുന്ന ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോക്കകത്തിലെ കമൻറ്റ് സെക്ഷനിൽ പുള്ളിക്കാരി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 800 സംതിങ്ങോളം ആളുകൾ ആ ഒരു കമൻറ്റിൽ ലൈക്ക് അടിച്ചിട്ടുണ്ട്. ലൈക്ക് അടിക്കാത്ത എത്രയോ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടായിരിക്കുക. ആൻഡ് ഈ ഒരു Therefore I am എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇത്രയും ആൾക്കാർ എന്താ വിചാരിക്കുക, ഓക്കെ ആ ഒരു ക്ലിനിക്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് വെറുതെ ആണെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കൂലേ. അങ്ങനെ ആ ഒരു ക്ലിനിക്കിൻ്റെ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്ന തരത്തിലോട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിന് ക്ലിനിക്കിൻ്റെ സൈഡ് അവർ പറയുന്നത് കേട്ടിട്ട് കുറച്ച് ക്ലീൻ ആയിട്ടുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയുള്ളപ്പോൾ ഇവരെന്തോന്ന് പറയുക, ഒരുമാതിരി മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്കകത്തുള്ള ചിഞ്ചുറാണിയുടെ മൂടാ. പിന്നെ കൊളാബറേഷനൊക്കെ അങ്ങോട്ട് പോയി ചോദിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഈ ഉപ്പിട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾക്ക് കൊളാബറേഷൻ ചോദിക്കുന്നത് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരിയുണ്ട്, മുമ്പത്തെ ഒരു ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അവൾ ഇവിടെ എവിടെ പോയാലും ഉപ്പിട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഇതുപോലെ കൊളാബറേഷൻ പോയി ചോദിക്കും. എന്നിട്ട് ലാസ്റ്റ് കുറേ എണ്ണത്തിനെ പോയി പറ്റിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ തന്നെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 10 പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, 10-ലോ 9-ലോ പഠിക്കുമ്പോഴാണ് ഇതുപോലെ ഈ പറയുന്ന സിറോയിലുള്ള ഇവർ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് തേച്ചിരിക്കുന്ന ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതുപോലെ നമ്മുടെ ഒരു കൂട്ടുകാരൻ വെളുക്കാൻ വേണ്ടിയിട്ട് ഫെയർ ആൻഡ് ലവ്ലി, ഫെയർ ആൻഡ് ഹാൻസം അങ്ങനെ ഏതൊക്കെയോ ക്രീം എല്ലാം കൂടെ വാരിയിട്ടാണെങ്കിൽ മുഖത്ത് തേച്ചിട്ട് ഈ 2 സൈഡൂടെ അവൻ്റെ പുള്ളി ഈ കുരുകുരാന്ന് ഈ 2 സൈഡ് ഇങ്ങനെ വീർത്ത് വല്ലാത്തൊരു വികൃതമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ വെളുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനങ്ങൾ പലതും ഇങ്ങനെ പാണ്ടായിട്ട് മാറത്തെ ലാസ്റ്റ് ഉണ്ടാവാറുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ക്ലിനിക്കാരെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം, ഓരോ സ്വന്തമായിട്ട് ചെയ്ത് കൂട്ടി വെക്കുമ്പോഴത്തേക്കിന് ആലോചിക്കണമായിരുന്നു. എന്താണെങ്കിൽ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.